കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനലിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് കെ വിശ്വനാഥൻ നായർ, അഡ്വക്കേറ്റ് മെമ്പർ PG സുരേഷ്, കൗൺസിലർ S ഷീന. പല തരത്തിലുള്ള കുടുംബകഥകളും പല പല പ്രശ്നങ്ങളും ഈ വേദിയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇന്നിപ്പം കുറച്ച് വ്യത്യാസമായിട്ട് ഒരു വിസ തട്ടിപ്പിൻ്റെ കാര്യമായിട്ടാണ് പാലക്കാട് കുണ്ടലശ്ശേരിയിൽ നിന്നും ശ്രീമതി പുഷ്പവല്ലി ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കത്ര സുപരിചിതമല്ല ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. മിക്കവാറും കുടുംബത്തിലുള്ള പ്രശ്നങ്ങളാണ് സംസാരിച്ചിട്ടുള്ളതെങ്കിലും പുഷ്പവല്ലിയുടെ പ്രത്യേക പരാതിയും അഭ്യർത്ഥനയും മാനിച്ച് നമ്മൾ അവരുടെ പരാതി കേൾക്കുകയാണ്. പുഷ്പവല്ലിയുടെ കുണ്ടലശ്ശേരിയിൽ വിവാഹം കഴിച്ച് താമസിക്കുന്ന വീടാണോ, ശരിക്കുള്ള വീട് എവിടാ? അതൊരു ചെറിയൊരു പ്രശ്നം. എനിക്ക് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് അതിൽ 2 കുട്ടികളുണ്ടായി. അയാൾ അങ്ങനെ ഉപേക്ഷിച്ച് പോയി. ഇപ്പോൾ എൻ്റെ മൂത്ത മോൾക്ക് 26 വയസ്സ് കഴിഞ്ഞു. അവളെ കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളായി. ഇപ്പോൾ ഇളയ മോൾക്ക് 18 വയസ്സ് കഴിഞ്ഞു. അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതെല്ലാം നിർത്തേണ്ടി വന്ന അവസ്ഥയിലാണ്. പുഷ്പവല്ലിയുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? എന്റെ അച്ഛൻ മരിച്ചുപോയി. എന്റെ അമ്മയുണ്ട്, എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചി വിവാഹിതയായി അടുത്ത് തന്നെ കേരളശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. അവർക്ക് അമ്മ എന്റെ കൂടെയാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്തപ്പോ വീട്ടുകാരുടെ ആരെയും സപ്പോർട്ട് ഇല്ലായിരുന്നു? ഇല്ല ഇല്ല ഇല്ല. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അച്ഛനൊക്കെ അതിനെ എതിർത്തു. പിന്നെ എനിക്കും അത്ര അന്ന് എന്തോ ചതി പറ്റിപ്പോയി. എന്നാലും വിവാഹം എല്ലാരും ചേർന്നാണോ നടത്തിയത്? ഇല്ല ഇല്ല, അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു ചതിയായിരുന്നു എന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ കുറെ ആഭരണങ്ങളൊക്കെ പറ്റിച്ച് ഈ കുട്ടികളായതിനു ശേഷം ഒക്കെ അവിടുന്ന് ഇയാൾ സ്ഥലം വിട്ടു. എവിടെ ഉള്ളതാണെന്നോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒന്നും അറിയില്ല. ബന്ധപ്പെടാനൊന്നും ശ്രമിച്ചില്ല? എന്നെ അന്വേഷിച്ചു. അപ്പൊ പക്ഷെ എൻ്റെ അച്ഛൻ പറഞ്ഞു അതൊന്നും അന്വേഷിക്കാൻ പോണ്ട. പിന്നെ ഞങ്ങൾ പഴനിയിലാണ് ഞങ്ങൾ ഒരു കുറച്ച് കാലം താമസിച്ചുകൊണ്ടിരുന്നത്. ഈ കുഞ്ഞുങ്ങളുടെ എത്ര പ്രായം വരെ ഉണ്ടായിരുന്നു അദ്ദേഹം കൂടെ? മൂത്ത മോള് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ പോയി. അത് കഴിഞ്ഞ് വീണ്ടും വന്നു. പിന്നെ 2ാമത്തെ മോള് ഉണ്ടായി. പിന്നെ അയാൾ പോയി. ഇങ്ങനെ ഒരുപാട് അങ്ങനെ അയാള് ഒരു തട്ടിപ്പാണ്, മറ്റുള്ളവരെ പറ്റിക്കുക, അത്രേ ഉള്ളൂ. എന്നാലും ഈ വീട്ടുകാർക്ക് ആർക്കെങ്കിലും ഒന്ന് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ അവരൊക്കെ പോയി തിരക്കുമായിരുന്നു. അതെ, ഇയാളുടെ ക്യാരക്ടർ ശരിയെല്ലാം തോന്നിട്ട് അവരാരും പോയി. അതെ. പിന്നെ അന്വേഷണത്തിൽ അയാൾക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്ത് വരുമാനത്തിലാണ് പിന്നെ ഈ കുഞ്ഞുങ്ങളെ വളർത്തിയേ? ഞാനിങ്ങനെ ഈ കുട്ടിയെ എൻ്റെ ചെറിയ മോള് 1.5 വയസ്സായപ്പോൾ ഞാൻ മൗറീഷ്യസിലേക്ക് ഇങ്ങനെ ഒരു വിസ ഉണ്ടെന്ന് പറഞ്ഞ് മൗറീഷ്യസിൽ പോയി. അവിടെ മറ്റേ ട്യൂണ ഫിഷിൻ്റെ ഇതിലോട്ടാണ് ഞാൻ പോയത്. 2 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. നന്നായിട്ട് തന്നെ ഞാൻ വന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പിന്നെ വീണ്ടും ഞാൻ റിയാദിലേക്ക് പോയി. ഈ 2 വർഷവും അവിടുന്ന് ലീവിനൊന്നും വരാൻ പറ്റില്ല. പിന്നെ അവിടുന്ന് ഇവിടെ വന്ന് പിന്നെ ഞാൻ റിയാദിലേക്ക് പോയി 1.25 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. പിന്നെ ആർഎംബി ഭയങ്കര എന്താന്ന് പറയില്ല, ഒരു ഭാഗത്ത് നമുക്ക് ഇരിക്കാനോ ഒരു റെസ്റ്റ് എടുക്കാനോ ഒന്നിനും പറ്റില്ല. അങ്ങനെ ഞാൻ 1.25 വർഷം ഞാൻ അവിടെ അങ്ങനെ ജീവിച്ചു. അവിടുന്ന് ഞാൻ പോകണമെന്ന് പറഞ്ഞ് എൻ്റെ സ്വന്തം ടിക്കറ്റിൽ ഞാൻ അവിടുന്ന് വന്നു. അവിടുന്ന് വന്നതിന് ശേഷം പിന്നെ കുറേ വർഷങ്ങൾ ശേഷം ഞാൻ ഇങ്ങനെ കൂലിപ്പണിക്കൊക്കെ പോയി. അങ്ങനെയാണ് ഞാൻ ഈ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചതും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞു. അതിൻ്റെ ഇടയിലാണ് ഞാൻ ദുബായിലേക്ക് പോകുന്നത്. ഈ മൂത്ത മോളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ദുബായിലാണൊക്കെ നല്ല നിലയ്ക്ക് നടത്താൻ പറ്റിയോ? ഒരു 5-6 പവനൊക്കെ ഞാൻ എങ്ങനെയൊക്കെ മോശമല്ലാത്ത രീതിയിൽ. അതെ 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 അതെ. പക്ഷേ അപ്പോൾ എനിക്ക് സമ്പാദ്യങ്ങളൊന്നുമില്ല. എന്താണെന്നറിയില്ല. ഇങ്ങനെ ഞാൻ പോകുന്നു, ജോലി ചെയ്യുന്നു എന്നല്ലാതെ എനിക്ക് സമ്പാദ്യങ്ങളൊന്നും സമ്പാദിക്കാനോ വീടൊക്കെ വളരെ കഷ്ടതയില്ല. കാരണം ഒരു ഭാഗം ഇടിഞ്ഞ് അത് ഒന്ന് ശരിയാക്കാനോ ഒന്നിനും എനിക്ക് പറ്റിയിട്ടില്ല ഇതുവരെ. അങ്ങനെ ഞാൻ ദുബായിലേക്ക് പോയി. അവിടെ ഒരു 5-6 മാസം ഞാൻ അങ്ങനെ അതിലേക്ക് പിടിച്ചു നിന്ന്. പക്ഷെ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് വലിയ വലിയ കെട്ടിടങ്ങളും ജോലി ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥ. അവിടെ ചെന്നാൽ ജോലി ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ശരിക്കും? കാരണം നമുക്ക് റെസ്റ്റ് തരില്ല. പിന്നെ അതുമല്ല, അവരുടെ കാര്യങ്ങളെന്ന് വിചാരിച്ചാൽ നമ്മൾക്ക് ഏകദേശം ഒരു 5 മണിക്കൊക്കെ എണീച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിടക്കുന്നതൊക്കെ നമ്മളെ ഇന്ത്യൻ സമയം ഇവരെ എണീക്കുമ്പോൾ 5 മണിക്കൊക്കെ എണീക്കുമ്പോഴാണ് നമ്മൾ പോയി കിടന്നുറങ്ങാൻ പോകുന്നത്. അത്രയ്ക്കും ജോലികളാണ്. 3 മണിക്കൊക്കെ നമ്മൾ അയൺ ചെയ്യായിരിക്കും. അത്രയ്ക്കും ജോലികളാണ് ഈ ദുബായിലും ഒക്കെ ഗൾഫ് രാഷ്ട്രങ്ങളിലെ. പിന്നെ ഞാൻ പിടിച്ചു നിന്നു.
പാചകവും പുറംപണിയും എല്ലാം ചെയ്യണം, എല്ലാം ചെയ്യണം, എല്ലാം ചെയ്താലേ. പക്ഷേ ദുബായിൽ 2 പേരുണ്ടാവും, ഒരാളും കൂടി ഉണ്ടാവും. ഒരാൾ പാചകം ചെയ്യുകയാണെങ്കിൽ ഒരാൾ ക്ലീനിങ് ഉണ്ടാവും. പക്ഷെ അവരുടെ കാരണം കുക്കിങ്ങൊക്കെ പല കേക്ക് അത് ഇതെല്ലാം ഉണ്ടാക്കണം, അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ അവിടുന്ന് ആ വീട്ടിൽ നിന്ന് ഞാൻ പോന്നു. പിന്നെ ഒരു മലയാളിയുടെ വീട്ടിലാണ് എന്നെ ഇവർ കൊണ്ടുപോയി. നേരത്തെ അറബിയുടെ വീട്ടിലൊക്കെയാണ്? അറബിയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടുത്തെ അത് എനിക്ക് പറ്റില്ല എന്ന് കണ്ടപ്പോൾ ഭാഷ ഇങ്ങനെ അറിയുന്ന പോലെയൊക്കെ അറബി സംസാരിക്കും, പിന്നെ കുറച്ചൊക്കെ ഹിന്ദി ഇങ്ങനെ സംസാരിക്കും, അറിയുന്ന പോലെയൊക്കെ അറബി സംസാരിക്കും. പിന്നെ ഒരു മലയാളിയുടെ വീട്ടിലാണ് ഞാൻ എന്നെ കൊണ്ടുപോയി ആക്കിയത്. അവിടെ ഞാൻ ചെന്നപ്പോഴേ ഒരു ശ്രീലങ്കൻ പെൺകുട്ടി അതിൻ്റെ ഉള്ളിലകത്തുണ്ട് ആ വീട്ടിൽ. ആ കുട്ടി 6 മാസമായി വന്ന് ഇവർ കഠിനമായ ജോലിയും ഏതു സമയവും ആ കുട്ടിക്ക് ഭക്ഷണം കൂടി കൊടുക്കാതെ ആ വീട്ടിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴാണ് ഞാനവിടെ ചെല്ലുന്നത്. അപ്പോൾ എനിക്ക് ഈ പല വീടുകളിലും പോയി അവസാനം ഒരു മലയാളിയുടെ വീട് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാൻ അവിടെ പിടിച്ചു നിൽക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവർ ഭയങ്കര എന്താ പറയുക, എനിക്കൊന്നും അറിയില്ല, അത്രയ്ക്കും കഠിനമായ ഒരു സ്വഭാവ രീതിയാണ് അവരുടെ. അപ്പോൾ എനിക്ക് അവിടുന്ന് പോകണമെന്ന് പറഞ്ഞു. പിന്നെ അയാൾ എന്നെ തല്ലാനും അടിക്കാനൊക്കെ വന്നു, ഈ മലയാളി. അപ്പോൾ പിന്നെ അവസാനം ഞാൻ എൻ്റെ ഏജൻറ്റിനെ വിളിച്ച് പറഞ്ഞ് അപ്പോൾ എന്നെ ഇവിടുന്ന് കയറ്റി അങ്ങോട്ട് വിടാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് ഇവിടെ പിടിച്ചു വെച്ചു. അങ്ങനെ ഞാൻ ഏജൻറ്റിൻ്റെ അവിടെ പോയി. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു ഒരു 6 മാസമെങ്കിലും ഒമാനിൽ പോയി നിന്ന് പിന്നെ ഞാൻ തിരിച്ചിങ്ങോട്ട് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. ആ ഒരു ഉറപ്പിൽ ഞാൻ പിന്നെ ഒമാനിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഒരു 4 കുട്ടികളുണ്ട്. അവർ അറബിശ്രീ ടീച്ചറാണ്, അയാൾ എൻജിനീയറാണ്, നല്ല കുഴപ്പമൊന്നുമില്ല, നല്ല ജോലിയൊക്കെ ചെയ്തു. പക്ഷേ 3 മാസം 4 മാസം കഴിഞ്ഞാലും ശമ്പളം തരില്ല. കരഞ്ഞ് അവസാനം പിന്നെ ഒരു മാസം തരും. അങ്ങനെ എന്നാലും ഭക്ഷണം ഇഷ്ടം പോലെ കിട്ടും, കിടക്കാനും നല്ല സൗകര്യമുണ്ട്. ഈ ശമ്പള പ്രശ്നം. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ഒരു വർഷം 6 മാസം ഞാൻ അവിടെ ജോലി ചെയ്തു. അപ്പോഴാണ് ഞാൻ അവിടെ അടുത്തൊരു മലയാളിയെ ഇങ്ങനെ കെട്ടിടത്തിൻ്റെ ജോലിക്ക് വന്നപ്പോൾ അയാളോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, ചേച്ചി ഇപ്പോൾ ഇവിടുന്ന് ചാടണ്ട, ഞാൻ കുറച്ച് സംഘടനക്കാരെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്രകാരം അയാൾ 2-ാം ദിവസം കൂട്ടിയിട്ട് വന്നു. അങ്ങനെ തന്നെ നമ്മളെ കൈരളി മറ്റേ ടി വിയിലെ ജാഫർ സാർ എന്ന് പറഞ്ഞിട്ടൊരു അയാൾ എന്നെ അവിടുന്ന് രക്ഷിച്ച് എന്നെ ഇന്ത്യൻ എംബസിയിൽ കൊണ്ടുപോയി. ഞാൻ 12 ദിവസം ഷട്ടറിൽ താമസിച്ചു. എന്നെ അവിടുന്ന് കയറ്റി വിട്ട് ഇനി ഞാൻ എവിടേക്കും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ചേച്ചി പറഞ്ഞത്, ഇങ്ങനെ ഒരാളുണ്ട്, അപ്പോൾ ഒരു വിസ ഉണ്ട്, നീ പോകണമെന്ന് വെച്ചു. ഇല്ല, ഞാൻ പോകുന്നില്ല, ഞാനിവിടെ നാട്ടിൽ തന്നെ എവിടെയെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം. അല്ല, നല്ല ആളാണ്, എനിക്ക് പരിചയമുള്ള ആളാണ്, പിന്നെ കുഴപ്പമില്ല, 6 വർഷമായി ദമാമിൽ ജോലി ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശമ്പളം കറക്റ്റായി കിട്ടും, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ അയാൾ വിളിച്ച് എന്നോട് പറഞ്ഞപ്പോൾ ഒരു പ്രശ്നമില്ല, നല്ല ആളാണ്, സ്പോൺസർ, കുഴപ്പമില്ല. അങ്ങനെയാണ് ഈ പിന്നെ പാലക്കാടുള്ള ട്രാവൽസിൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല, അവിടെ ഇവർ 1 ലക്ഷം രൂപ അയക്കും. പിന്നെ മെഡിക്കലും വിസയൊക്കെ അടിച്ച് അത് കഴിഞ്ഞ് വിസയൊക്കെ അടിച്ച് പിന്നെ മെഡിക്കലും കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ 10-ാം ദിവസമാണ് ഞാൻ ഒരു വീഴ്ച വീണു. അവന് കയ്യിൻ്റെ 2 എല്ലും പൊട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഡോക്ടർ പറഞ്ഞൊരു 6-7 മാസമെങ്കിലും റെസ്റ്റ് വേണ്ടി വരും, ഇപ്പം നിങ്ങൾ ഗൾഫിൽ പോകാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ ജയപ്രകാശ് അവിടുന്ന് വിളിച്ച് പറഞ്ഞു, ഇവിടെ അധികം കഠിനമായ ജോലിയൊന്നുമില്ല, ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഞാൻ 2.5 മാസമായപ്പോൾ പിന്നെ ഞാൻ മദ്രാസിൽ നിന്നാണ് പിന്നെ 16-ാം തീയതി ഞാൻ അവിടെ നിന്ന് കയറി. അങ്ങനെ ദമാമിലെത്തി സ്പോൺസറുടെ വീട്ടിൽ ഒരു 2-3 ദിവസം താമസിച്ചു, ഈ സ്പോൺസറുടെ അനിയൻ്റെ വീട്ടിൽ. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടും ജയപ്രകാശിനെ അവിടെ വെച്ച് കാണുന്നത്. അതുവരെ എൻ്റെ നാട്ടിലാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അറിയില്ല, ജയപ്രകാശിനെ അറിയില്ല, എൻ്റെ ചേച്ചിക്ക് അറിയാമെന്നല്ല. അപ്പോൾ അവരുടെ വീടിൻ്റെ കുറച്ച് അടുത്തായിട്ടാണ്. അതെ അടുത്താണ്. അപ്പോൾ അവരുടെ ഒരു കെയറപ്പാണ്. അപ്പോൾ എനിക്ക് ജയപ്രകാശിനെ ആദ്യമായിട്ടാണ് ഞാൻ അവിടെ കാണുന്നത് തന്നെ. അപ്പോൾ പറഞ്ഞു, എങ്ങനെയെങ്കിലും നല്ലതാണെങ്കിൽ 1 വർഷം പിടിച്ച് നിൽക്കണം. ഓ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ 3-ാം ദിവസം 19-ാം തീയതിയാണ് എനിക്കറിയില്ല ഇത്രയും അകലെയുള്ള ഒരു 1500 കിലോമീറ്റർ അകലെയുള്ള മജ്മ എന്ന് പറഞ്ഞ സ്ഥലത്താണെന്ന് എനിക്കറിയില്ല. ജയൻ അത് പറഞ്ഞിട്ടുമില്ല. 500-600 കിലോമീറ്റർ അകലെ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവർ 3-ാം ദിവസം എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്ന് 2-3 ദിവസമൊക്കെ കുഴപ്പമില്ല. അത് കഴിഞ്ഞപ്പോൾ ഈ ചുമരൊക്കെ ക്ലോറക്സ് വെച്ച് തേക്കുക, എല്ലാ ജോലി. നമ്മളെ കിച്ചണിലേക്ക് പോകാനും അയക്കില്ല, 1 ഗ്ലാസ് വെള്ളം നമുക്ക് എടുക്കാനും പാടില്ല, 1 ഗ്ലാസ് വെള്ളം നമ്മളെ വെപ്പിക്കില്ല. അവരെപ്പോൾ തരുന്നോ അപ്പോൾ അതുപോലെ ഭക്ഷണമൊക്കെ അവർ എപ്പോഴെങ്കിലുമൊക്കെ വയ്ക്കും.
പിന്നെ ആരെങ്കിലുമൊക്കെ വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ ഒരു പാത്രത്തിലാണ് അവർ കഴിക്കുന്നത്, സ്ത്രീകളെല്ലാവരും, പുരുഷന്മാരപ്പുറത്ത്. എന്നിട്ട് എല്ലാവരും അത് ഒരു സൈഡിൽ നിന്ന് എല്ലാതും വാരി തിന്ന് അതിൻ്റെ ബാക്കിയുള്ള ഭക്ഷണം ഫ്രിഡ്ജിൽ വെച്ച് 3 ദിവസം കഴിക്കും അവർ. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ജീവിതം. അങ്ങനെ എൻ്റെ വയറൊക്കെ വീർത്ത് എനിക്ക് പ്രശ്നമായി. പിന്നെ ഈ ജോലി കാരണം പിന്നെ ഈത്തപ്പഴമൊക്കെ ഉണ്ട്, അതെല്ലാം പിന്നെന്താ വേവിക്കും പിടിക്കും, അത് പിടിക്കാനും വലിക്കാനും എല്ലാം കൂടി. പിന്നെ മിറ്റമൊക്കെ ഒരുപാട് മിറ്റം, അതൊക്കെ അടിക്കണം. പിന്നെ പാത്രങ്ങൾ, പിന്നെ ഈ ക്ലീനിങ്, മൊത്തത്തിൽ എനിക്ക് അവിടെ റെസ്റ്റും ഇല്ല, ഈ ഭക്ഷണവും ഇല്ലാതെ ഈ കൈയിൻ്റെ വേദന കൂടി. അപ്പോഴേക്കും 2-3-4 മാസമായി. എങ്ങനെ പിടിച്ചു നിന്നു, വന്നതല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജയപ്രകാശിനെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചറിയിച്ചിട്ട് അവർ വിളിച്ചറിയിച്ചു ഇങ്ങനെ ഭക്ഷണമില്ല. അപ്പോൾ ജയപ്രകാശ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത് ഭക്ഷണം കിട്ടാനുള്ളതെല്ലാം ഞാൻ ഏർപ്പാട് ചെയ്യുക എന്ന് പറഞ്ഞ്. പിന്നെ ഒരു 5-6 ദിവസമൊക്കെ എനിക്ക് ഭക്ഷണം ശരിക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഈ അവിടുത്തെ ആ മാമ വയസ്സായ അവർ പിന്നെ ഇങ്ങനെ ഓരോ പ്രശ്നം പറഞ്ഞ്, പിന്നെ കാരണം ഞാനൊരു ചായ വയ്ക്കാൻ പോയാൽ അപ്പോൾ അവരവിടെ വന്ന് തടയും, വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ ഭക്ഷണ കാര്യത്തിൽ ഭയങ്കര ഇതാണ്. പിന്നെ ജോലിയാണെങ്കിൽ ഭയങ്കര. അങ്ങനെ ഇവിടെ ഞാൻ ആദ്യം ഇവരുടെ തട്ടിൻ്റെ മുകളിലാണ് ഞാൻ കിടന്നുകൊണ്ടിരുന്നത്. ഒരു കുഴപ്പമില്ല. ഇവരൊക്കെ രാത്രി 3 മണിക്കൊക്കെ ഇവർ വരുള്ളൂ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പോഴൊക്കെ ഞാൻ തനിച്ച് തന്നെ, ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ അവിടെ കിടക്കുക. അപ്പോൾ ജയപ്രകാശ് പറഞ്ഞത് ഈ അമ്മയും മോളും ഒരു കുട്ടിയും മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ, വേറെ ആരും ഇല്ലയെന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു കണ്ണ് കാണാത്ത ഒരു മകനുണ്ട്, പിന്നെ വേറൊരു മകളുണ്ട്. അവർ 2 പേരെയും ഡൈവേഴ്സായിട്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നെ ഈ ദമാമിലുള്ള മകനും മരുമകളും 5 മാസം കഴിഞ്ഞപ്പോൾ അവരിവിടെ വന്നു. അവരെന്താ ബിസിനസ്സൊക്കെ അവിടെ എന്താ തകർന്നു വന്നു. അപ്പോൾ പിന്നെ ഈ മുകളിൽ ഒരുപാട് സാധനങ്ങളെല്ലാം കൊണ്ടുവന്നത് കാരണം എനിക്ക് മുകളിൽ കിടക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഈ മാമ പറഞ്ഞു, ഈ ഷെഡിൻ്റെ അവിടെ കുറച്ച് ഒരു കട്ടിലിട്ട് തരാം, അവിടെ കിടന്നോളാൻ പറഞ്ഞു. ശരി, ഞാൻ അവിടെ കിടക്കാമെന്ന് പറഞ്ഞ് അവിടെ കിടന്നു. അവിടെ ഒരു ബാത്റൂമും ഉണ്ട്. അങ്ങനെ കിടക്കുന്ന സമയം കുറച്ച് ദിവസം പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ മാമ, അവർക്ക് ഒരുപാട് ആടുകളുണ്ട്. അപ്പോൾ ഈ ആടിൻ്റെ അടുത്ത് 3:30 മണിയാകുമ്പോൾ അവർ പോകും, സൗദി സമയം. അപ്പോൾ എപ്പോഴും ഈ ഈ വെച്ചത് വിളമ്പിയത് എല്ലാം വെള്ളങ്ങളൊക്കെ ഉണ്ടാവില്ല. ആ വെള്ളം ഞാനാണ് കൊണ്ടുപോയി പുറത്തേക്ക് കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്നത്. ഞാൻ അന്നത്തെ ദിവസം ഇത് കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ പോയി ഈ കയ്യിൻ്റെ വേദന കാരണവും ക്ഷീണവും എല്ലാം കാരണം ഞാൻ അവിടെ പോയിട്ട് കിടക്കും. അപ്പോൾ ഇവർ ഒരു 4-4:30 വന്നു കഴിഞ്ഞപ്പോൾ എന്നെ വെള്ളം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, മാമ ഞാൻ അവിടെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോയതാണ് പറഞ്ഞു. അപ്പോൾ ശമ്പളം തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശമ്പളം തരില്ലെങ്കിൽ എന്നെ കയറ്റി വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നെ കൈ പിടിച്ച് ഒരു തള്ളു തള്ളി. അപ്പോൾ ഞാനങ്ങോട്ട് ചുമരിൽ കൊണ്ടുപോയിട്ട് ഈ കൈ കൊണ്ടേ അടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവരുടെ മോള് പറഞ്ഞു, എന്തിനങ്ങനെ ചെയ്തത് പിന്നെ എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ബഹളമുണ്ടായി. ഈ വിവരം ഞാൻ പിന്നെ ഈ ജയപ്രകാശ് എൻ്റെ വീട്ടിൽ അറിയിച്ച്, എൻ്റെ വീട്ടുകാർ ജയപ്രകാശിനെ അറിയിച്ച്, ജയപ്രകാശ് ഇങ്ങോട്ട് വിളിച്ച്. അപ്പോൾ എന്താ ചേച്ചി അവിടെ പ്രശ്നം ചോദിച്ചു. ഞാനിനി ഇവിടെ നിൽക്കില്ല, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഒന്നാമത് ഭക്ഷണം, ഇപ്പോൾ ശാരീരിക പീഡനം, അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, എന്നെ കയറ്റി വിടണം, കയറ്റി വിട്ടില്ലെങ്കിൽ ഞാൻ വല്ല കടുങ്കയും ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ ഫോണുണ്ടല്ലോ കയ്യിലല്ലേ, മൊബൈലുണ്ട്? ഇല്ലില്ല, മൊബൈലില്ല. അതൊക്കെ അയാൾ തന്ന മൊബൈലൊക്കെ ഈ ജയപ്രകാശ് കട്ടാക്കി. ഞാൻ ഏത് സമയം വിളിക്കുന്നു പറഞ്ഞിട്ട് ഇവരുടെ ഇവരുടെ മോനെ കൊണ്ട് ഞാൻ തന്നെ 10 റിയാൽ കൊടുത്തിട്ട് അങ്ങനെ അവിടെ അവരതിൽ നിന്നൊന്നും നമുക്കൊന്നും തരത്തില്ല, ഈ ശമ്പളമില്ല. ഈ 10 റിയാൽ ഇട്ടിട്ട് ഇങ്ങനെ വിളിക്കും. അപ്പം ജയപ്രകാശ് പറഞ്ഞു, 15 ദിവസത്തിനുള്ളിൽ ചേച്ചിയെ കയറ്റി വിടാനുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ സ്പോൺസർ അവിടെ വന്നതിന് ശേഷം പാസ്പോർട്ടൊക്കെ അവിടെയല്ലേ, അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് പിന്നെ ചേച്ചി സമാധാനമായിട്ട് അവിടെ ജോലി ചെയ്യും, 15 ദിവസത്തിനുള്ളിൽ അവിടെ നിങ്ങളുടെ സ്പോൺസർ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സന്തോഷിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതിൻ്റെ 3-ാം ദിവസമാണ് ഞാൻ എല്ലാ ജോലിയും കഴിഞ്ഞ് ഒരു സൗദി സമയം ഒരു 3:45 അപ്പോൾ ഞാൻ ഈ ചായപ്പ് പോയിട്ട് ഞാനൊന്ന് കിടക്കുകയായിരുന്നു. കിടക്കുന്ന സമയം ഒരു അസാധാരണമായ ഒരു ശബ്ദം, മുകളിന്ന് 2 ശബ്ദം കേട്ടു. അപ്പോൾ ഞാൻ എണീറ്റ് തലപൊന്തിച്ച് നോക്കിയപ്പോൾ പിന്നെ എന്ത് ശബ്ദം കേൾക്കുന്നു പറഞ്ഞ് തലപൊന്തിച്ചപ്പോൾ എന്തോ കുട്ടികൾ വല്ലത് എറിയായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും കിടന്നു. പിന്നെ 3-ാമത്തത് എൻ്റെ ഈ ബാക്ക് സൈഡിൽ അങ്ങോട്ട് വന്ന് എന്തോ തറച്ച് കയറുന്ന പോലെ ഒരു ഷോക്ക് അടിക്കുന്ന ഒരു അനുഭവം എനിക്ക് അങ്ങനെയാണ് ഉണ്ടായത്. അവിടുന്ന് ഞാൻ ചാടി എണീറ്റ് ഇവർ ഞങ്ങൾ മാമാന്നാണ് വിളിക്കുക. മാമാന്ന് വിളിച്ച് ഞാൻ പുറകു വശമാണല്ലോ എനിക്ക്. അവിടുന്ന് മുന്നിലോട്ട് ഓടിയപ്പോൾ അവർ ഓടി വന്നു. എന്താ ചോദിച്ചു, എന്നെ എന്താ അറിയില്ല, ഷോക്ക് അടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ പറഞ്ഞു. കട്ടിലിൽ എണീറ്റപ്പോൾ തട്ടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് എൻ്റെ കാലൊക്കെ ഏകദേശം ഒരു 100 കിലോയുടെ കനം ഭാരം വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ പിന്നെ എന്നോട് വാസലീൻ എടുത്ത് തയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഡ്രസ്സ് വാങ്ങിച്ച് വാസലീനൊക്കെ തയ്ച്ച് ഒന്നും കാണാനുമില്ല. അത് കഴിഞ്ഞ് ഇവരങ്ങോട്ട് പോയി.
അത് കഴിഞ്ഞ് ഞാൻ മെല്ലെ അപ്പുറത്തേക്ക് പുറത്ത് പോയിട്ട് ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. അങ്ങനെ ഞാൻ ബാത്റൂമിൽ ചെന്ന് ഡ്രസ്സ് പൊക്കി നോക്കിയപ്പോൾ ഉണ്ട് ബ്ലഡ് വരുന്നു. അപ്പം ഞാൻ വീണ്ടും അവരുടെ വാതിലിൻ്റെ അവിടെ ചെന്ന് നിന്ന് ഒച്ചയിട്ട് അങ്ങോട്ട് അലറി വിളിച്ചു. അപ്പോൾ ഇവർ ഓടി വന്നു. അപ്പോൾ ചോദിച്ചു എന്നോട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അവർ പൊക്കി നോക്കിയപ്പോൾ ബ്ലഡ് വരുന്നു. അപ്പോൾ ഈ പുറത്ത് അപ്പോൾ ഈ അറബി ഇവർ വന്നു കഴിഞ്ഞ് ഈ അറബി പുറത്ത് ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട് 2 ഇന്ത്യക്കാരെ വെച്ചിട്ട്. അപ്പോൾ അങ്ങോട്ട് പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരെ വിളിച്ച് വിവരം അറിയിച്ച് അവർ വരുന്നതിൻ്റെ ഉള്ളിൽ ഈ സ്ത്രീ പറഞ്ഞു എന്നോട് ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കത്തി കൊണ്ട് കുത്തിയില്ലേ എന്ന് ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു മാമ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ മോളിൽ നിന്നാണോ എവിടെ നിന്നാണോ എനിക്കറിയില്ല, എങ്ങനെയൊക്കെ ഒരുവിധം ഞാൻ ആ വണ്ടിയിൽ കയറി എന്നെ കൊണ്ടുപോവാണ് പോലീസ് സ്റ്റേഷനിലേക്ക്. അപ്പോൾ എൻ്റെ സ്പോൺസറെ വിളിച്ച് പറയുന്നു. അപ്പോൾ അവർ പറയുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കുറേ മലയാളി നേഴ്സുമാരാണ്. അവർ പിന്നെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി. പിന്നെ വേറെയൊക്കെ ഡോക്ടർമാരെ വിളിക്കുന്നു. അപ്പോൾ എന്നോട് ഒരു സിസ്റ്റർ പറഞ്ഞു, പിന്നെ ചേച്ചി നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഡോക്ടറാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്താ കാര്യമൊന്നും എനിക്ക് അപ്പോഴും അറിയില്ല. അപ്പോൾ ഞാൻ അപ്പോഴേക്കും എൻ്റെ കാല് വലിക്കാൻ തുടങ്ങി, വലിച്ച് പിന്നെ അവരെല്ലാവരും കൂടി എന്നെ താങ്ങി പിടിച്ച് ചെയറിലിരുത്തി എന്നെ സർജറി റൂമിലേക്ക് കൊണ്ടുപോയി. പിന്നെ അവർ എന്തൊക്കെ ചെയ്തു എനിക്കൊന്നും അറിയില്ല. ധരിപ്പിച്ചു, ഇഞ്ചക്ഷൻ എടുത്തു. പിന്നെ അവർ പോലീസിനെ വിളിക്കണു എന്ന്. അപ്പോഴൊന്നും അവരൊന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. പിന്നെ ഡോക്ടേഴ്സും എല്ലാവരും പുറത്ത് പോയി. പലരും വന്ന് നോക്കുന്നുണ്ട്. ഡോക്ടർ ഇവിടെ എല്ലാം പിടിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കയറിയിട്ട് ഇവിടെയാണ് വന്ന് നിൽക്കുന്നത്. പിന്നെ ഇവർ പോയപ്പോൾ ഒരു സിസ്റ്റർ വന്നിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ ചേച്ചിക്ക് വെടിയേറ്റുന്നത് ഇതാ ബുള്ളറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നു. ഇത്ര നീളമുണ്ട്, തലപ്പ് ഇങ്ങനെ കൂർത്തിട്ട്. അപ്പോഴാണ് അപ്പോൾ ഞാൻ അവരെ കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞു. അപ്പോൾ ചേച്ചി ഒരു പേടിയും പേടിക്കണ്ട, ഒന്നും ഇപ്പം ഇല്ല. അപ്പോൾ ഒരു ടാബ്ലറ്റ് കൊടുന്നു എൻ്റെ വായിലിട്ട് തന്ന് എന്നോട് അവിടെ തന്നെ കിടക്കാൻ പറഞ്ഞു. എങ്ങനെ വെടികൊണ്ടെന്നായത്? ആര് വെടിവെച്ചു? മോളിൽ നിന്ന് വെടിവെച്ചു ഇവര്. അത് ഈ സ്ത്രീയോ? അല്ല, ഈ മാമയും പിന്നെ അയാൾക്ക് കുറച്ച് കാലിനെയും നടുവിനും ശേഷിയില്ല. ഈ മകൻ അവിടുന്ന് ദമാമെന്ന് ഇവിടെ വന്ന് താമസമായിരുന്നു. അപ്പോൾ അയാളും ഞാനുമായിട്ട് കുറച്ച് പ്രശ്നമുണ്ടായി. അപ്പോൾ ഈ മാമ എന്നെ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് ഞാൻ ഇയാളോട് പറഞ്ഞപ്പോൾ, പിന്നെ ബാബ ഞാൻ എല്ലാ ജോലിയും ഇവിടെ ചെയ്യുന്നുണ്ട്, ഇന്ന് മാമ ഇങ്ങനെ എന്തിനാ എന്നെ പിന്നെ ഇങ്ങനെ ഏതു സമയം വഴക്ക് പറയുന്നു പറഞ്ഞു. അപ്പോൾ അയാൾ എന്താ പറഞ്ഞെന്നറിയോ, 5 മണിക്ക് ആ റൂമിൽ നിന്ന് എണീറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ 12 മണിക്ക് ആ റൂമിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എനിക്ക് റെസ്റ്റ് വേണ്ടതെന്ന് ചോദിച്ചു. റെസ്റ്റ് അടുക്കളയിൽ മേശപ്പുറത്ത് തല വെച്ച് കിടക്കുക, അവിടെ പോയി കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തൊട്ട് ഞാനും അയാളും മിണ്ടാറില്ല, ഈ മാമി എന്നോടും മിണ്ടാറില്ല. ഞാൻ ജോലി ചെയ്യും അങ്ങനെയാണ്. അതിൻ്റെ ശേഷമാണ് ജയപ്രകാശിനെ വിളിച്ച് പറയുന്നു. ജയപ്രകാശ് 15 ദിവസത്തിൻ്റെ ഉള്ളിൽ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്നെ കയറ്റി വിട്ടില്ലെങ്കിൽ ഞാൻ വല്ല കടുങ്കയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിൻ്റെ 3-ാം ദിവസമാണ് ഇത് സംഭവം. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇതെല്ലാം എടുത്ത് പിന്നെ എന്നെ അവിടുന്ന് വാർഡിലേക്ക് കൊണ്ട് കിടത്തി. പിന്നെ പോലീസ് വരുന്നു. പോലീസ് ചോദിച്ചു എന്താ എങ്ങനെ സംഭവം. ഞാൻ പറഞ്ഞു ബാബ എനിക്ക് അറബി അറിയില്ല. പിന്നെ അവിടുത്തെ ലേഡി ഡോക്ടറിനെ സംസാരിച്ച് പിന്നെ അവർക്ക് ഇങ്ങനെ ഇവിടെ വെടിതട്ടി ബുള്ളറ്റൊക്കെ കാട്ടിക്കൊടുത്തു. അപ്പോൾ അവർ തെളിവെടുപ്പിനായിട്ട് ഞാൻ താമസിക്കുന്ന അവിടെ എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവരിപ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല, അവർക്ക് നടക്കാൻ വയ്യ എന്ന് പറഞ്ഞു. പിന്നെ അവരെന്നെ ഇവിടെ വന്ന് എല്ലാം മുകളിലെല്ലാം കയറി നോക്കിയപ്പോൾ പിന്നെ ഷീറ്റ് പൊട്ടിച്ച് അതിൻ്റെ അടിയിലൊരു ഈ അലുമിനിയത്തിൻ്റെ ഒരു അതും ഇട്ടിട്ടുണ്ട്. അതും തുളച്ചിട്ടാണ് ഞാൻ അങ്ങനെ കിടക്കുന്ന ഭാഗത്ത് ഇവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ അവരൊക്കെ വന്ന് ഫോട്ടോ എടുത്തു. എൻ്റെ ഡ്രസ്സൊക്കെ അതായത് എല്ലാം എടുത്തുകൊണ്ട് പോയി അവർ. പിന്നെ ഞാൻ പിന്നെ ഒരു 2 മണി കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ ഡിസ്ചാർജ് ആയത്. അവിടുന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്നു. പിന്നെ ഞാനന്ന് കിടന്ന് അപ്പോഴേക്കും പോലീസ് വിളിച്ച്, ഉയർന്ന പോലീസ് ഓഫീസർ അവിടേക്ക് എന്നെ പിറ്റേ ദിവസം കൊണ്ടുപോയി. അപ്പോൾ അവരെന്നെ കൊണ്ടുപോയി. അവർ ചോദിച്ചു എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു ഹിന്ദി സംസാരിക്കുന്ന ഒരാളെ കൂട്ടിയിട്ട് വന്നു. അപ്പോൾ അയാൾ ചോദിച്ച് എനിക്ക് അത്ര അറബി അറിയില്ലല്ലോ, കുറച്ച് ഹിന്ദി അറിയാം. അങ്ങനെ സംസാരിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ എന്നെ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും കൊണ്ടുപോകാൻ പറഞ്ഞു. ഈ അറബിയെ അവിടെ പിടിച്ചിട്ടു. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാനവിടെ എല്ലാ ടെസ്റ്റുകളും എടുത്ത് അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാനവിടെ കിടക്കുന്ന ഒരു 3 മണിയായപ്പോഴാണ് ഇയാൾ വരുന്നത്. പിന്നെ അവിടെ നിന്ന് എന്നെ കൂട്ടിക്കൊണ്ടു. അന്ന് തൊട്ട് പിന്നെ ക്ലീൻ ചെയ്യാനും ഹോസ്പിറ്റലും പോലീസ് സ്റ്റേഷനുമായിട്ട് 14 ദിവസം ഞാൻ അവിടെ അങ്ങനെ നിന്നു. ഞാൻ കരഞ്ഞു പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോകില്ല, എനിക്ക് പേടിയാണ് പറഞ്ഞു. അപ്പോൾ പോലീസ് പറഞ്ഞു ഒരു പേടിയും പേടിക്കേണ്ട, നിങ്ങൾക്കൊന്നും ഇനി സംഭവിക്കില്ല, ഞങ്ങൾ കേസ് ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ വിവരം പിറ്റേ ദിവസം ഞാൻ വണ്ടിയിലിരിക്കുമ്പോൾ ഞാൻ ബാബാനോട് പറഞ്ഞു, ബാബാ ജയപ്രകാശിനെ ഒന്ന് വിളിക്കൂ, എനിക്ക് എൻ്റെ വീട്ടുകാരെ ഒന്ന് അറിയിക്കണം പറഞ്ഞു. അപ്പോൾ അയാൾ വേഗം തന്നു. അപ്പോൾ ഞാൻ ജയപ്രകാശിനോട് വിളിച്ചപ്പോൾ
ജയപ്രകാശ് പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്നെ എൻ്റെ വീട്ടിലൊന്ന് അറിയിക്കൂ പറഞ്ഞപ്പോൾ അവർ പേടിക്കില്ലേ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ മരിച്ചു പോവും, ഇങ്ങനെയൊക്കെ സംഭവിച്ചു നിങ്ങൾക്ക് അറിയില്ല പറഞ്ഞു. ഇല്ല ഞാൻ അറിഞ്ഞിട്ടില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ കുറേ ഇതാക്കി. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടുകാരെ അറിയിക്കുമ്പോൾ ഇയാൾ അറിയിച്ചില്ല. 3-4 ദിവസമാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ അറിയിക്കുന്നത്. അങ്ങനെ എൻ്റെ വീട്ടുകാർ എൻ്റെ ചേച്ചി മെമ്പറെയൊക്കെ വിളിച്ചറിയിച്ച് പ്രവാസികളെയൊക്കെ വിളിച്ച് സംസാരിച്ചു. എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ 14ാമത്തെ ദിവസം പോലീസുകാരോട് ഞാൻ പറഞ്ഞു, പിന്നെ എനിക്ക് നാട്ടിൽ പോകണം, എനിക്കിവിടെ പേടിയാണ്, ഞാൻ ഇനി ഇവിടെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസിൻ്റെ ഒരു സഹായത്തോടു കൂടി മാർച്ച് 10-ാം തീയതി എന്നെ അവിടുന്ന് കയറ്റി. എൻ്റെ ശമ്പളം ഞാൻ അവർക്ക് അയക്കാൻ വേണ്ടി അവരെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 10 പൈസ പോലും തന്നില്ല, ഒന്നും തന്നില്ല. അങ്ങനെ ഈ ജയനാണ് എന്നെ എയർപോർട്ടിൽ കൊടുന്ന് ആക്കുന്ന സമയത്ത് ജയൻ പറഞ്ഞു, ഞാൻ അലിയോട് സംസാരിച്ചിട്ട് പിന്നെ ചേച്ചിക്ക് ഞാൻ നല്ലൊരു നഷ്ടപരിഹാരം ഞാൻ മേടിച്ചു തരാം എന്ന് പറഞ്ഞ ആൾ ഇന്ന് വരെ ഒരു ഫോൺ കോൾ പോലും വിളിച്ചിട്ടുമില്ല, അയാളെ അഡ്രസ്സ് പോലും ഇല്ല. അപ്പോൾ പലരും പറഞ്ഞു ജയൻ ഇവിടെ വന്നതിന് ശേഷം നമ്മൾക്ക് എന്താ വെച്ചാൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. ഇന്ന് വരെ വിളിച്ചിട്ടില്ല. അയാൾ ദമാമിലാണ്. നാട്ടിൽ വരുന്നുണ്ടോന്ന് അത് ഞാൻ ചോദിച്ചു എന്നാണ് ജയൻ. അപ്പം ഞാൻ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇയാളോട് നല്ലതിൽ ചോദിച്ചു ജയൻ എപ്പോഴും നാട്ടിൽ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓണത്തിന് വരാൻ നോക്കാം, പക്ഷെ ചേച്ചീനെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ അലി എന്ന സ്പോൺസറിനോട് സംസാരിച്ചിട്ട് ഞാനൊരു നഷ്ടപരിഹാരം മേടിച്ചു തരാം എന്ന് പറഞ്ഞു. പിന്നെ ഇയാൾ അപ്പം ഞാനിങ്ങനെ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് പിന്നെ ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇയാൾ എന്നെ വിളിക്കുകയോ ഒന്നും ചെയ്തില്ല. പിന്നെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഇയാൾ എന്നെ വിളിച്ചു. അപ്പോൾ ഇയാൾ എന്താ പറഞ്ഞു, അപ്പോൾ പോലീസ് എന്നോട് ചോദിച്ചു അവിടെ തോക്ക് ഉണ്ടോ ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫിഷിലാണോ ഗണ്ണാണോ ചോദിച്ചു. ഗണ്ണാണെന്ന് പറഞ്ഞു. അപ്പോൾ ലാസ്റ്റായിട്ട് എന്നാ കണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ ബാവ വരുന്നതിൻ്റെ 4 ദിവസം മുമ്പേ റൂം ക്ലീനാക്കാൻ പോയപ്പോഴും കൂടി ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ഗണ്ണുണ്ട്. ഇയാൾ മുകളിൽ നിൽക്കുന്നതായിട്ട് കണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല, ഞാൻ താഴെ കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അത്രേ എനിക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ആളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജയപ്രകാശ് ഈ വിവരമൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ജയപ്രകാശ് പറഞ്ഞത് എന്തെന്നറിയും, അങ്ങനെ ഇവിടെ എത്രയോ മറ്റേ ഇത് വന്ന് വീണിട്ട് എത്രയോ ആൾ മരിക്കണു, ഇതാ ഇന്നലെയും കൂടി ഒരാൾ മരിച്ചിട്ടുള്ളൂ. എന്താ അപ്പോൾ ജയൻ പറഞ്ഞു നിങ്ങൾ എന്തിനാ അവിടെ തോക്കുണ്ടെന്ന് പറഞ്ഞത്, അതുകൊണ്ടല്ലേ അറബീനെ പിടിച്ച് അതിൻ്റെ ഉള്ളിലിട്ടത്. അപ്പം ഞാൻ ചോദിച്ചു ജയനല്ലേ എന്നെ കൊണ്ടുപോയത്, ഞാൻ അവിടെ വെച്ച് മരിച്ചാലോ, അപ്പോൾ ജയൻ അതിലൊരു ഉത്തരവാദിത്വം ഇല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഇവരാണോ ചെയ്തതെന്നാണ്. അതെ ഇവരും ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് അപ്പം ഞാൻ അത് തുറന്നു പറഞ്ഞില്ല. ഈ ജയനാണ് ഞാൻ വല്ല കടുങ്കൈ ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ജയനാണ് ഇവരോട് പറഞ്ഞിരിക്കുന്നത് എന്നെ കൊന്നോളാൻ. കാരണം പറഞ്ഞാൽ 3 ലക്ഷം രൂപ അവിടുന്ന് മേടിച്ചിട്ടുണ്ട് എൻ്റെ പേരിൽ. എന്നെ അവിടെ കൊണ്ടുപോയി 1 ലക്ഷം ഏജൻസിക്ക് കൊടുത്തു, ബാക്കി 2 ലക്ഷം രൂപ ഇയാൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഈ മാമ, ഇവിടുത്തെ മാമ, അവരെന്നോട് പറഞ്ഞു അവിടുത്തെ എത്ര റിയാൽ കൊടുത്തിട്ടാണ് എന്നെ അവിടെ കൊണ്ടുപോയിരിക്കുന്നത്, അതിവിടെ വെച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഇന്ത്യൻ എംബസിയിലേക്കും നോർക്കയിലേക്കും ഞാൻ അയച്ചിട്ടുണ്ട് ഇതിനൊരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ നോർക്കയിൽ നിന്ന് എനിക്ക് മറുപടി വന്നു, ഇന്ത്യൻ എംബസിയിൽ നിന്ന് എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഇതാണ് ഇതിലാണ് ഇതിൻ്റെ ഇതിപ്പോ പുഷ്പലയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ജയപ്രകാശിനെ ഇവിടെ കൊണ്ടുവരണമെന്നാണോ? അല്ല, ജയപ്രകാശിനെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ജയപ്രകാശ് ഇനി ഇതിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ ജയപ്രകാശിന് ഇപ്പോൾ വരില്ല. ഈ ഓണത്തിനെയാണ് ഇവിടെ വരുന്നത്. ഞങ്ങളവിടെ ചെന്നതിന് ശേഷം ജയപ്രകാശ് ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഈ പയ്യനും ഞാനും അവിടെ എത്തിയതിന് ശേഷം ജയപ്രകാശ് ഇവിടെ വരുന്നത്. ജയപ്രകാശ് ഇവിടെ പോലീസ് പാസ്പോർട്ടൊക്കെ പിടിച്ചു വാങ്ങി പിന്നെ ഈ പയ്യനെ ടിക്കറ്റും എല്ലാം കൊടുത്തതിന് ശേഷം പയ്യൻ ഇവിടെ എത്തിയതിന് ശേഷം പാസ്പോർട്ട് തരുമെന്നും പറഞ്ഞ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ പിന്നെ അവിടുന്ന് പയ്യനെ അവിടുന്ന് ടിക്കറ്റിൻ്റെ എല്ലാ പൈസയും കെട്ടിവെച്ച് എയർപോർട്ട് കെട്ടിവെച്ച് ജയൻ ഇവിടെ എത്തിയതിന് ശേഷമാണ് പിന്നെയാണ് പോലീസ് പാസ്പോർട്ട് ഈ ജയപ്രകാശിന് കൊടുത്തത്. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി ആ പയ്യൻ വന്നതിന് ശേഷം. കാരണം ചതിച്ചതാണ്. നിങ്ങളെ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ആദ്യം നിങ്ങളെ ആ മാമ പിടിച്ചു തള്ളിയെന്ന് പറഞ്ഞപ്പോ തന്നെ ആ മോള് വന്ന് അവരെ ശകാരിക്കുക ഉണ്ടായത് അല്ലേ? ഇങ്ങനെ ചെയ്താൽ ശരിയായില്ല എന്ന് പറഞ്ഞു. അവരൊരു വയസ്സായ സ്ത്രീ, അവരുടെ ഇറിറ്റേഷൻ കൊണ്ട് അവർ ചെയ്തു. പക്ഷെ അവരുടെ മക്കള് നിങ്ങളെ സംരക്ഷിക്കാനാണ് നോക്കിയത്. പിന്നെ ശമ്പളം കൃത്യമായിട്ട് തരുന്നുണ്ട്. ആഹാര കാര്യങ്ങൾ അവരുടെ മൊത്തം ചിട്ടകളുമായി നമുക്ക് പൊരുത്തപ്പെടാം. നമ്മൾ കൃത്യമായിട്ട് മണിയടിച്ച ഉടനെ ചോറെന്നുള്ള രീതിയിൽ നമ്മളൊരു ടൈമിംഗ് വെച്ചിട്ടുണ്ട്. രാവിലെ എത്ര മണിക്ക് നമ്മുടെ ആദ്യത്തെ ആഹാരം, ഉച്ചയ്ക്ക് ഇങ്ങനെ, ഇടയ്ക്കൊരു ചായ എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ ആ ചിട്ടയല്ല. അതുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. അവരൊരു സമയത്ത് ഒന്ന് പാചകം ചെയ്യും, അപ്പൊ കഴിച്ചോണം. പിന്നെ ഒന്നിച്ചിരുന്ന് കൂട്ടായിട്ട് കഴിക്കാന്നുള്ള അവരുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. അത് നമുക്ക് പറ്റില്ല. ഒരാൾ കഴിച്ചതിന്റെ ബാക്കി നമ്മൾ കഴിക്കില്ല. അത് നമ്മുടെ ഒരു രീതിയാണ്.
അപ്പൊ അവരുടെ ഭാഗത്ത് നമുക്കൊരു കുറ്റം എന്നതൊന്നും പറയാൻ പറ്റില്ല. അതെ, ശരിയാണ്. പിന്നെ സ്വതന്ത്രമായിട്ട് നിങ്ങളെ കുറച്ച് പാകം ചെയ്ത് കഴിക്കാൻ അവർ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു സംഗതി. പിന്നെ ഇത് വെടിവെച്ചത് അവരുടെ മകനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വേറെ മറിച്ച് ചിന്തിക്കാൻ വേറെ കാര്യങ്ങളൊന്നും നമ്മുടെ തെളിവിലില്ല. അതെ. പക്ഷെ അങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു കുടുംബമോ അങ്ങനെ ഒന്നും തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ആദ്യം തന്നെ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാന്നാണ്. അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രശ്നമാണെങ്കിൽ ഒരിക്കലും അങ്ങനെ വരില്ല. ആ നാടുകളിലെ ശിക്ഷ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. അവിടെ മക്കളെന്നോ ബന്ധുവെന്നോ അവർ നോക്കാറില്ല അറബ് നാടുകളിൽ. അപ്പൊ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായതാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ചു. പിന്നെ നാട്ടിലെത്തിക്കാൻ വളരെ നിങ്ങളെ ജീവനും നിങ്ങൾക്ക് മറ്റൊരു തരത്തിൽ പീഡനം ഉണ്ടാകാതെ നിങ്ങളെ ഇവിടെ എത്തിക്കാൻ വരെയുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അതിൽ ജയപ്രകാശിന് വലിയൊരു പങ്കുമുണ്ട്. എത്രയോ മോശമായ രീതിയിൽ ഗൾഫ് നാടുകളിൽ പോയി അനുഭവിച്ചിട്ടുള്ള സ്ത്രീകളെ എനിക്ക് പേഴ്സണലായിട്ട് പല സ്ത്രീകളെ അറിയാം. അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ജോലിഭാരവും ക്ഷീണവും ഇത്തരം പ്രശ്നങ്ങളും ഒഴിച്ചാൽ നിങ്ങൾക്ക് മറ്റ് ദുരിതങ്ങളൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? മറ്റുള്ള കാര്യങ്ങളൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോ ഇതിനിപ്പം നമ്മൾ ഈ 2.5 മാസത്തിനകം ജയപ്രകാശ് വിളിച്ചില്ല അല്ലെങ്കിൽ വന്നില്ല എന്നുള്ളതിന്റെ പേരിൽ ഒരു പരാതിയാണോ പുഷ്പവല്ലി ഉദ്ദേശിക്കുന്നത്? അല്ല, ജയപ്രകാശ് അവിടുന്ന് പറഞ്ഞത് ഞാൻ വിളിക്കാം, അലിയോട് സംസാരിച്ച് നിങ്ങൾക്ക് ബാക്കി ശമ്പളം കിട്ടുക എന്ന് പറയുന്നത്. അല്ല, എനിക്കിനി ജോലി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുമായിട്ട് പിന്നെ സംസാരിച്ചിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക. പിന്നെ അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റോ മറ്റു കാര്യങ്ങളോ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾക്ക് വെടിയേറ്റത്? അതെ, ഉണ്ട്. അപ്പൊ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ ഒരു അന്വേഷണം നടത്തി അതിന് പേരിൽ നഷ്ടപരിഹാരം. അതെ. ഇന്ത്യൻ എംബസിയും അവരറിഞ്ഞ് എനിക്ക്, കാരണം എനിക്കിനി ഒരു ഡോക്ടറെ പറഞ്ഞു നിങ്ങൾ കുറെ കാലം അതിൻ്റെ ഉണ്ടാവും ഉള്ളിൽ, അതിൻ്റെ ആ ഒരു ഹോൾ അടഞ്ഞു വരണമെങ്കിൽ കുറെ കാലം പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പിന്നെ കിഡ്നി എന്ന് പറയുമ്പോൾ അതിന് ചിലപ്പോൾ ഒരു ആഘാതം സംഭവിച്ചിട്ടുണ്ടാവും എന്നാണ് ഡോക്ടർ പറയുന്നത്. കാരണം ശക്തമായിട്ടുള്ള ആ ഒരു അതെ എപ്പോഴും ചികിത്സയില്ല. ഇപ്പൊ ഞാൻ കോട്ടയ്ക്കൽ മുരളി ഡോക്ടറുടെ ചികിത്സയിലാണ്. കടൽ കടന്നൊരു ദേശത്ത് നടന്നൊരു സംഭവം അതിന്റെ കാര്യമായി പറഞ്ഞു. അതിന്റെ വസ്തുതകൾ മനസ്സിലാക്കാതെയും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാതെയും നിങ്ങൾ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട്, നിങ്ങൾ കള്ളം പറഞ്ഞൊന്നല്ല, അത് മാത്രം ഒരു ഇൻഫർമേഷൻ ആയിട്ട് കേട്ടുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു മറുപടിയും പറയാൻ നിവൃത്തിയില്ല. പിന്നെ ഈ കേട്ട കഥയില് നമുക്ക് സ്വാഭാവികമല്ലാത്ത കാര്യങ്ങൾ നിങ്ങളോടൊന്ന് സൂചിപ്പിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. അതല്ലാത്തതൊന്നും നമുക്ക് ഒന്നും പറയാൻ നിവൃത്തിയില്ല. പിന്നെ ഈ ജയപ്രകാശ് അയാളൊരു കൾപ്രിറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളൊരു ഭയങ്കര ഒരു വക്രതയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ പലതരത്തിൽ കൊണ്ടുവന്ന് പെടുത്തിയിട്ടുള്ള എത്രയോ ആളുകളെ അറിയാം. വളരെ സുഖമായിട്ട് നാട്ടിൽ ഇറങ്ങി നടക്കുന്നുണ്ട്. അയാൾ അങ്ങനത്തെ ഒരാളല്ല. അയാളുടെ നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് അയാളുടെ വീട്ടിലും അയാളുടെ നമ്പറിലും ബന്ധപ്പെട്ട് ഇതിന്റെ കൂടുതൽ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അന്വേഷിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ഇവിടുത്തെ ടീം പോകും. അന്വേഷിച്ചതിന് ശേഷം ന്യായമായിട്ട് നിങ്ങൾക്ക് എന്താണ് അതിൽ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യും. അതിന്റെ അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളത് ഇന്ത്യൻ എംബസി വഴി ഒരു കംപ്ലൈന്റ് അയച്ചിടാം. പിന്നെ ജയപ്രകാശ് 3-4 വ്യക്തികളെ ഇതുപോലെ കൊണ്ടുപോയിട്ടുണ്ട്. അവരൊക്കെ ഇതേപോലുള്ള അപകടത്തിലാണ് അവർ തിരിച്ചു വന്നിരിക്കുന്നത്. ഇയാൾ ആരെ കൊണ്ടുപോയോ അവരൊക്കെ തിരിച്ചു വന്ന വ്യക്തികളാണ്. നമുക്ക് എന്തായാലും അയാളെ അങ്ങനെ പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും അയാളും കുടുങ്ങും. പക്ഷെ ഇതിങ്ങനെ ഒരു കേസായ സ്ഥിതിക്ക് അവിടെ പോലീസും ഒരു ഹോസ്പിറ്റലും അങ്ങനെയുള്ളവർക്ക് ബന്ധപ്പെട്ട സ്ഥിതിക്ക് അതിന്റെ രീതികൾ എന്താന്ന് നോക്കിയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനിയെങ്കിലും പറയുകയാണ്, നമുക്ക് ഈ അക്കരപ്പച്ച കണ്ടുപോകുന്ന ഒരുപാട് പേർക്ക് സംഭവിക്കുന്നതാണ്. മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ പണികളുണ്ട്. ഇവിടെ നമുക്ക് സഹായിക്കാൻ ഒരാളിനെ കിട്ടാനില്ല, അല്ലേ? അപ്പൊ അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് ഒരു നല്ല മാതൃകയായിരിക്കും ഈ ഒരു, ശരിക്കും പറഞ്ഞാൽ പുഷ്പവല്ലിയുടെ വരവുകൊണ്ട് ഈ പരിപാടിക്ക് അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു പ്രയോജനവും പ്രചോദനവും ഇത് രണ്ടും അന്യദേശത്ത് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് നമുക്ക് കൈയെത്തുന്ന ദൂരത്ത് അല്ലെങ്കിൽ കണ്ണെത്തുന്ന ദൂരത്ത് നമുക്ക് വേണ്ടപ്പെട്ടവരില്ലാത്ത ഒരു സ്ഥലത്ത് പോകുമ്പോൾ എത്ര തന്നെ നമുക്ക് അതിൽ നിന്നും ധനമോ കാര്യങ്ങളോ ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവനും മാനത്തിനും സുരക്ഷയില്ല എന്നുള്ള കാര്യം ഓർക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ കൺക്ലൂഡ് ചെയ്യും. അതേ നമുക്ക് ഇപ്പൊ നിർവാഹം. ഒരിക്കലും സ്ത്രീകൾ വിദേശ കൺട്രിയിലേക്ക് പോകരുത്. തീർച്ചയായിട്ടും അതൊരു വലിയ മെസ്സേജ്. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ പണികളുണ്ട്. ഇപ്പൊ ഈ തൊഴിലുറപ്പും കൂടെ വന്നപ്പോ പിന്നെ ആരും വെറുതെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. ആളെ കിട്ടാനില്ല. സത്യം പറഞ്ഞാൽ അറിയാമോ, ഞങ്ങളൊക്കെ മറുനാടൻ മലയാളികളാണ്. നമുക്കിപ്പം അത്യാവശ്യം
വീട്ടില് നമുക്ക് നമ്മുടെ പാചകവും നമ്മുടെ കാര്യങ്ങളും ഒക്കെ പരിചയമുള്ള നമ്മുടെ ഭാഷയൊക്കെ അറിയാവുന്ന ഒരാളിനെ വേണമെന്ന് വിചാരിച്ചാൽ ആരെങ്കിലും, എനിക്ക് പിന്നെ ഞാൻ അവിടുത്തെ ഒരു നാട്ടുകാരി ആയിപ്പോയതുകൊണ്ട് എനിക്ക് അവിടുത്തെ ആൾക്കാരുമായിട്ടാണ് കൂടുതൽ അടുപ്പം. അങ്ങനെ ആർക്കെങ്കിലും വേണം, ഇവിടുന്ന് പെട്ടെന്ന് നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്ന് പോയി തമിഴ്നാട്ടിൽ താമസിക്കുന്നു, അവർക്ക് മലയാളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായി വേണമെന്ന് തോന്നിയാൽ കിട്ടാനാളില്ല സാർ, ഇല്ല പലരും. എന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ അത്യാവശ്യം നല്ല ശമ്പളമൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, അതൊക്കെ ശ്രമിക്കുക. അപ്പൊ നമ്മൾ അങ്ങനെ നിർത്തുന്നു. ആശംസിക്കുകയാണ് പുഷ്പവല്ലി, കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ശരിയായിക്കോട്ടെ. പുഷ്പവല്ലിയുടെ പരാതി ശരിക്കും അന്യനാട്ടിൽ പോയി ഒരുപാട് ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും കിട്ടുന്ന കുറച്ച് ശമ്പളം വീട്ടിന്റെ ആവശ്യത്തിനാവുമല്ലോ എന്ന് വിചാരിച്ച് പുഷ്പവല്ലിയെ പോലെ പോകുന്ന ഒരുപാട് സ്ത്രീകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, പ്രവാസി ലോകം വഴിയും ഇതുപോലെ മറ്റു പല പരിപാടികളും അവർക്കായി മാത്രം നീക്കി വെച്ചിട്ടുണ്ട്. പലതും പ്രയോജനപ്പെടുന്നുണ്ട്. ചിലതിപ്പോഴും ഇതുപോലെ എന്താ പറയുന്നത്, എന്താണ് തീരുമാനം എന്നറിയാതെ നിൽക്കുന്ന കാര്യങ്ങളും എത്രയോ ഉണ്ട്. ഇവിടെ നമുക്ക് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൻ്റെ കൃത്യമായ വസ്തുതകൾ അറിയാതെ മറുപടി ഒന്നും പറയാനും നിവൃത്തിയില്ല. എങ്കിലും ജയപ്രകാശ് എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് പുഷ്പവല്ലി പറഞ്ഞ വിവരം വെച്ച് അയാൾ കൊണ്ടുപോയിട്ടുള്ള മറ്റു പലരും ഇതുപോലെയുള്ള കുരുക്കുകളിൽപ്പെട്ട് കെണിയിൽപ്പെട്ട് ജീവൻ കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ഒരവസ്ഥയാണ് എന്നാണ് നമ്മളിപ്പോൾ അറിഞ്ഞത്. കൂടുതൽ കാര്യങ്ങൾ അറിയില്ല എങ്കിൽ പോലും ശ്രദ്ധിക്കുക. ജയപ്രകാശ് എന്ന ഈ ഒരു വ്യക്തി, നജ്മ ട്രാവൽസ്, അതുവഴി പോകുന്ന ജോലിക്ക് വേണ്ടി വിദേശത്ത് പോകുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ശരിക്കുള്ള റൂട്ടിൽ തന്നെയാണ് പോകുന്നതെന്ന് അന്വേഷിച്ചിട്ട് പോയാൽ നന്ന്. വീണ്ടും കാണാം ജീവിതം സാക്ഷിയിലൂടെ. നമസ്കാരം. അന്ന് ഞാൻ സന്തോഷിനോട് പറഞ്ഞു, സന്തോഷ് പറഞ്ഞു ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ എല്ലാവരെയും ഒന്ന് സ്നേഹിക്കാൻ പോവുകയാണ്. സ്നേഹിക്കുന്നതിന് വേണ്ടി ഞാൻ ജിഷയും കുട്ടികളെയും ഒരു വീട് വാങ്ങിച്ചു കൊടുത്തിട്ട്, ഞാൻ വസ്തുവും വീടും വാങ്ങിച്ചു കൊടുത്തു, സെറ്റിലാക്കിയിട്ട് ഞാൻ പോയിട്ട് അങ്ങ് എല്ലാവരെയും കൂടെ അങ്ങ് സ്നേഹിക്കാമെന്ന് അദ്ദേഹം ഉദ്ദേശിച്ച വാക്ക്. ഈ ഒരാഴ്ചത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നല്ല വിശേഷങ്ങളാണ്. പിന്നെ ഞങ്ങള് വീടുണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ, ഒരു കൊച്ചു വീട് പണിതു എന്ന് പറഞ്ഞല്ലോ, അതിന്റെ പാല് കാച്ചൽ ചടങ്ങ് നടത്തി കഴിഞ്ഞ വെള്ളിയാഴ്ച. ഒരു സ്വീറ്റ്സ് കട്ട് ചെയ്യുന്ന ഒരു രംഗമൊക്കെ ഉണ്ടായി. കുടുംബത്തിൽ നിന്ന് ആരൊക്കെ വന്നു? കുടുംബത്തിൽ നിന്ന് അമ്മ വന്നിരുന്നു. ഒരു വലിയ അമ്മ സന്തോഷം തന്നെയാണ്. അമ്മ വന്നിരുന്നു, ചെറിയച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഒരു തടസ്സങ്ങളും ആ വീട് പണി തുടങ്ങിയ സമയം മുതൽ ഉണ്ടായില്ല. ഈ ഒരു വഴിത്തർക്കം അദ്ദേഹം നമുക്ക് സ്ഥലം തന്ന ഈ ഗോപി എന്ന് പറയുന്ന ആളും പിന്നെ അവരുടെ കുറെ ബന്ധപ്പെട്ട ഗുണ്ടകളെന്ന് പറയുന്ന കുറെ ആളുകൾ വന്നിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തി, എന്നെയൊക്കെ അവിടെ താമസിപ്പിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തുക. ഒരു പഞ്ചായത്ത് മെമ്പർ സുധി, പിന്നെ ഇവരുടെ ഒരു ബന്ധു ഷൺമുഖൻ എന്നൊക്കെ പറയുന്ന കുറെ ആളുകളൊക്കെ വന്നിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, നിങ്ങൾ അവിടെ താമസിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടി വീട് പണിയുമായിട്ട് യാതൊരു തടസ്സങ്ങളോ പണിയുമായിട്ട് ഒരു തടസ്സമോ ഒന്നും ഉണ്ടായില്ല. സാധാരണ അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരെ അതെനിക്ക് തോന്നിയത് എന്താ പറഞ്ഞാൽ അതെനിക്കൊരു പ്രചോദനമായി.